അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർബി ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മദ്രസ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് സർവീസ് ആനുകൂല്യം, അതുപോലെ നിക്കാഹ് സഹായ ഫണ്ട്, പ്രസവ സഹായ ഫണ്ട് എന്നിങ്ങനെയുള്ള ക്ഷേമനിധി ഫണ്ടുകൾക്ക് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ചെയ്യേണ്ടത് SKJMCCയുടെ മുഅല്ലിം ലോഗിൻ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി നാം ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ക്രോം ഓപ്പൺ ചെയ്ത് SKJMCC മുഅല്ലിം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായി സൈറ്റ് കാണാൻ സാധിക്കും, മുഅല്ലിം ലോഗിൻ എന്നുള്ള സൈറ്റ്. അത് ഓപ്പൺ ആക്കുന്നു. അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ MSR നമ്പർ, പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ മുകൾ ഭാഗത്ത് 3 ലൈന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈല്, സാലറി, ഷെയർ, സർവീസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഫോംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ 3 അപേക്ഷകൾക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രസവ സഹായം, പിന്നെ മുഅല്ലിം നിക്കാഹ്, പിന്നെ സർവീസ് ആനുകൂല്യം. നമുക്ക് പ്രസവ സഹായം ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ലിസ്റ്റ്, ആപ്ലിക്കേഷൻ എന്നുള്ള 2 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അതിൽ നമ്മൾ അപേക്ഷിക്കാൻ ആപ്ലിക്കേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. പ്രസവ സഹായത്തിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതിന് അർഹരാരെല്ലാമാണ് എന്നുള്ള നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് വായിക്കുക. എന്നിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ ഈ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ മദ്രസയിലേക്കും, അതുപോലെ SKSF യൂണിറ്റ് സൈറ്റിലേക്കും, അതുപോലെ റേഞ്ച് സൈറ്റിലേക്കും ഒരു നോട്ടിഫിക്കേഷൻ, അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അപ്രൂവൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബാക്കി 2 അപേക്ഷകളും സമർപ്പിക്കേണ്ടത്. ഇവിടെ താഴെ ഭാഗത്ത് മുഅല്ലിം നിക്കാഹ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപേക്ഷിച്ച കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ അപേക്ഷിച്ചതായിട്ട് കാണാൻ സാധിക്കും. പാസ്ഡ് എന്നുള്ളത് പാസ്സായത് കൊണ്ടാണ് പാസ്ഡ് എന്ന് കാണിക്കുന്നത്. അതുപോലെ സർവീസ് ആനുകൂല്യവും നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് ഇവിടെ ലിസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയും. നിലവിൽ സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിക്കാത്തത് കൊണ്ട് അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഈ ക്ഷേമനിധി അപേക്ഷകൾക്ക് സിമ്പിളായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.